പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, അന്ധന് കാഴ്ച നൽകുവനെ, കർത്താവെ ചെകിടിന് കേളി നൽകുവനെ, കർത്താവെ ഊമന് സംഭാഷണം നൽകുവനെ, കർത്താവെ മഹോരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. നിന്റെ വിശുദ്ധ വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. ഇന്നത്തെ യാത്രകള്, ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകള്, ഇന്നത്തെ ചോദ്യം പറച്ചിലുകള്, ഇന്നത്തെ വർത്തമാനങ്ങള്, ഇന്നത്തെ ഒപ്പിടലുകള് എല്ലാം കർത്താവിന് ദിശയിൽ വെക്കുന്നു. രേഖകൾ അന്വേഷിച്ച് പോകുന്നവരെ, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പോകുന്നവരെ, വിസ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ, യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ, ഇന്നത്തെ യാത്രകള്, യാത്ര ചെയ്യുന്ന വാഹനങ്ങള് കർത്താവ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവരെ, പരസ്പരം വിഷമം അനുഭവിക്കുന്നവരെ, പരസ്പരം കലഹമുള്ളവരെ, പരസ്പരം ഭാരപ്പെടുന്നവരെ, കർത്താവെ കുടുംബത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങള് ഈശോ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. 40 വർഷം അങ്ങയുടെ തിരുസന്നിധി നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം, നിന്റെ ഉദ്യമങ്ങൾ കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ഉടനയാൻ കർത്താവ് ഇടയാക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മത്തായി 21:32. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. എന്താ പ്രശ്നം വെച്ചാല് വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത്. അനുതാപം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല. അതും ഇല്ലാത്ത ഒരു സംഭവമാണ്. എന്നുവെച്ചാല് ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം എന്നുവെച്ചാൽ അത് വിശുദ്ധിയോടെ. അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയ്യോ അത് ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തണമല്ലേ. അപ്പം അങ്ങനെ ഒരു തിരുത്തൽ ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെങ്ങോ ഉണ്ടായ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല. അതാ വിഷയം. ഇപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപം ഉണ്ടോ? അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സാണെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് ഒറ്റിക്കൊടുത്തൊന്നുമില്ല, കർത്താവിനെ തള്ളി പറഞ്ഞു എന്നേ ഉള്ളു. പക്ഷേ കർത്താവിനേക്കാൾ പ്രാധാന്യം താനായതുകൊണ്ട് കർത്താവിനെ ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട്. അപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന് ജോലി വന്ന് നമ്മൾ കുർബാന മുടക്കുമ്പോൾ കുർബാന മുടക്കി മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറച്ചിലാണ്. എന്താണ്? എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന് തള്ളിപ്പറയാണ്. അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം. അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 ആളരൂപമാണ് ഇപ്പം നീ എന്ന് വിചാരിച്ചോ. അപ്പം എന്ത് ചെയ്യണം? അവൻ പുറത്തു പോയി കർത്താവിനെ നോക്കി. അപ്പോൾ അവൻ പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വച്ചിരിക്കണത്. മരണം വരെ അവൻ്റെ അനുതാപം അവൻ അനുതപിച്ചുകൊണ്ടേയിരുന്നു. അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മളെ പരിഗണിക്കണം. അപ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് ഡ്യൂട്ടി ആയിരിക്കാൻ പറ്റില്ല. എല്ലാ നേഴ്സുമാർക്കും അറിയാമല്ലോ. കാരണം നമുക്ക് എല്ലാവരെയും നോക്കേണ്ട ഒരു സമയം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 2 കൈയും പൊട്ടിയിരിക്കുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം സാനിറ്റൈസ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം കൈ അത്രയ്ക്ക് നീറുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അത് കയ്യിൽ പുരട്ടി ഈശോയുടെ മാതാവിൻ്റെ ഉപ്പും അതുപോലെ തൈലവും ഇട്ട് ഞാൻ വിസ്മരണത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് പോയത് ഞാൻ തന്നെ അറിഞ്ഞില്ല.
ഒരു സാനിറ്റൈസ് ചെയ്തപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത്, കാരണം എനിക്ക് നീറുന്നില്ല കൈ. അപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കുന്നത് എൻ്റെ കൈക്ക് ഞാൻ അത്രയ്ക്ക് ഹീലായി. കാരണം എനിക്ക് ഇപ്പോൾ ഒരു സ്പ്രേയോ പെർഫ്യൂമോ ഒരു സാനിറ്റൈസറോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. കയ്യിൽ ഉള്ളം കൈ തന്നെ ഇങ്ങനെ പൊട്ടിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ മാതാവ് അത് പൂർണ്ണമായി എല്ലാം എടുത്ത് മാറ്റി. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു ജൂലൈ തൊട്ടൊക്കെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലക്ക് ജസ്റ്റ് വന്നും ജസ്റ്റ് സ്പോട്ടിങ് പോലെയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഡ്യൂട്ടിയുടെ തിരക്ക് കാരണം അതങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോഴാണെങ്കിലും സെയിം അതുപോലെ തന്നെ കുറച്ചിങ്ങനെ സ്പോട്ടിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. മരുന്ന് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ അതിലേറെ, കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയ കാരണം പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒത്തിരി അടുത്തൊക്കെ ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ ബാംഗ്ലൂരൊക്കെ പോകേണ്ടി വരുമായിരുന്നു. അപ്പം ഇങ്ങനൊരു പ്രശ്നമുള്ള കാരണം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പം ഞാനാണെങ്കിൽ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മാതാവിനോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഈ പാട് ചേഞ്ച് ചെയ്യുന്നുള്ളതും പിന്നെ ട്രാവലിൻ്റെ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ കുടിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു മന്തായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ എനിക്ക് ഡേറ്റ് ഇറഗുലറായിരുന്നു, അതും എനിക്ക് കറക്റ്റായിട്ട് അമ്മ ക്രമീകരിച്ച് തന്നു. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് ഉടമ്പടിയിലൂടെ. ഞാൻ കഴിഞ്ഞ 24-ാം തീയതി ഉടമ്പടി എടുത്തത്. ഇന്നലെ ഒരു മാസം കഴിഞ്ഞു. അതിനുള്ളിൽ മാതാവ് എനിക്ക് ഒരു പക്ഷേ ഇന്നൊരു ദിവസം മൊത്തം തന്നാലും പറഞ്ഞു തീരാനാവാത്ത അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ മാതാവ് തന്നത്. അതിന് ഒത്തിരിയേറെ എൻ്റെ അമ്മയ്ക്ക് ചക്കര വന്ന് ഞാൻ എൻ്റെ ഈ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് വേണ്ടി ഇത്രയും അനുഗ്രഹം അത് മനോഹരമായി ക്രമീകരിച്ച് തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ആവേ മരിയ. എൻ്റെ പേര് വത്സമ്മ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ അമ്മയുടെ അടുക്ക വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അമ്മയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി. 2019 ജൂൺ 5-ാം തീയതി എൻ്റെ മകനും മരുമകളും കൂടി പിണങ്ങി മരുമകളുടെ വീട്ടിലേക്ക് പോയി. അവരുടെ അപ്പനും അമ്മയും അതിന് ഒത്താശ നൽകി. അവർ പോയതിന് ശേഷം അവിടെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം കൃപാസനം പത്രം എനിക്ക് ലഭിച്ചു. ആ പത്രം ഞാൻ വായിക്കുകയും, കൃപാസനം എന്ന് പറയുന്ന സ്ഥലം ഞാൻ അറിയുകയില്ലായിരുന്നു. ആ കൃപാസനം പത്രം കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായതും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കതിൽ നിന്ന് കിട്ടിയ മനോവിശ്വാസത്തോടെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്തു. അപ്പം മകനും മരുമകളും പിണക്കത്തിലായിരുന്നതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഈ കേസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. ഒരിക്കലും താങ്ങാൻ മേലാത്ത ഒരു ഭാരമായിരുന്നു ഞങ്ങളുടേത്. പിന്നീട് ഇതിനിടെ മകൻ്റെ ജോലി പോയി. മകന് വിഷമമായി. പുരവണി ഉണ്ടായിരുന്നു, പുരവണി തടസ്സപ്പെട്ടു. അങ്ങനെ ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മകളുടെ ബർത്ത്ഡേക്ക് ഈ മകൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ വിട്ടില്ല, സമ്മതിച്ചില്ല. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തു, പിന്നെ 2-ാം പ്രാവശ്യം ഉടമ്പടി എടുത്തു. കാര്യങ്ങളൊന്നും സാധിച്ചില്ലായിരുന്നു. അപ്പം നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് 2020, അതായത് 11 മാസം കഴിഞ്ഞതിന് ശേഷം അവൻ ചുമ്മാ പറഞ്ഞതാണ്, വിളിക്കാൻ ചെന്നതാണ്. അവൾ ഇറങ്ങി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച് ആ മകൾ അവൻ്റെ കൂടെ ഇറങ്ങി വന്നു. 2 പെൺകുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു പോയിരുന്നത്. ആ പെൺകുഞ്ഞുങ്ങളും ഈ മകളും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരികയും അങ്ങനെ ഇപ്പം രമ്യതയിൽ പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. യേശുവിന് 1000 നന്ദി. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അമ്മയിലൂടെ ഈശോ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതുകൂടാതെ ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു ഈശോയ്ക്കും. എൻ്റെ പേര് അലീന എന്നാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരണു. ഞാനൊരു നേഴ്സാണ്.
ഞാൻ എൻ്റെ OET എക്സാം പാസ്സായതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2021 മെയ് 3 ഓൺലൈനായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. ആ സമയത്ത് കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ വരാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം അതിന് മുൻപേ റെഗുലറായിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്തു കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നുകൊണ്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സൊക്കെ അടച്ചു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ ശേഷം ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ക്ലാസ് ഓൺലൈനായിട്ടായിരുന്നു അറ്റൻഡ് ചെയ്തു. ജൂലൈ 10 അതിനുശേഷം ജൂലൈ 10 ഞാൻ OET എക്സാം ഡേറ്റ് എടുത്തു. എനിക്ക് ആദ്യം എക്സാമിന് എഴുതാൻ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ OET എക്സാം എഴുതി. ജൂലൈ 10 എക്സാം എഴുതി. 29 റിസൾട്ട് വന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് എൻ്റെ OET എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും വൈകിയതിന് ഞാൻ മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അയർലൻഡിലോട്ടാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇനി ബാക്കി ഒത്തിരി തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് ഷൈനി ജോസ്, സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മണ്ണമ്പേട്ട. ഞാൻ 3-4 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും എൻ്റെ ഭർത്താവിന് 2 വർഷത്തോളമായിട്ട് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നിട്ട് തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗത്തിൽ ആ നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് 2 മാസത്തിനകം ആൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ കവിളിൽ ഇങ്ങനെ കറുത്ത പാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഭയന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ തൈലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നത്തെ അനുഗ്രഹം, ഞങ്ങൾ ഒരു സ്ഥലം വിൽക്കാനായിട്ട് 7-8 വർഷമായിട്ട് അത് വിൽക്കാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതും ഉടമ്പടി നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്ഥലവും വിറ്റുപോയി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ജോസഫ് ഇമാനുവൽ എന്നാണ്. ഞാൻ വെള്ളൂരിൽ നിന്ന് വരുന്നു, കോട്ടയം വെള്ളൂരിൽ നിന്ന്. ഞാൻ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമേ ഞാൻ അനുഗ്രഹം വിവരിക്കാം. ഞങ്ങൾ 2020 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആ ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ച 2 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. അതിലൊന്നാണ് വൈഫ് OET എക്സാം എഴുതിയായിരുന്നു. OET എക്സാം എഴുതി 3 പ്രാവശ്യം എഴുതി, 3 ഫെയിലായി. 4ാമത്തെ OET എക്സാം ഞങ്ങൾ പാസ്സായി. അതുവഴി ഞങ്ങൾക്ക് UK മൈഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ അലൈനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, UAE അലൈനിൽ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ടെർമിനേഷൻ ഉണ്ടായിരുന്നു. ആ ടെർമിനേഷൻ ലിസ്റ്റിലൊന്നും പെടാതെ ഞങ്ങളുടെ നിയോഗത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. ജോലിക്ക് കുഴപ്പമൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗത്തിലൊന്നായ ഞങ്ങളുടെ ജോലിക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. വൈഫിൻ്റെ ജോലിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞങ്ങളെ മാതാവ് കാത്തു പരിപാലിച്ചു. അതുപോലെ വൈഫ് ഏതൊരു എക്സാമിന് പോയാലും, കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയാലും മാതാവിൻ്റെ ലോക്കറ്റ്, കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊത്തിരി ധൈര്യം എൻ്റെ വൈഫിന് കിട്ടിയിരുന്നു. പരീക്ഷയൊക്കെ നന്നായി എഴുതാനായിട്ടും എല്ലാ പരീക്ഷകളും. അത് കഴിഞ്ഞ് OET കഴിഞ്ഞ് CBT ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. അതുവഴി വൈഫ് UK ഇപ്പോൾ UK ജോലി ചെയ്യുന്നു. എൻ്റെ പേര് നാൻസി ജോളി. ഞാൻ എറണാകുളം ജില്ലയിലുള്ള പള്ളുരുത്തി നിന്നാണ് വന്നേക്കുന്നത്. എനിക്ക് മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മൂലം 3 വലിയ സാക്ഷ്യമാണ് പറയാനുള്ളത്. ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിന് ഒരു ദിവസം പെട്ടെന്ന് ഓർമ്മ പോയി. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയപ്പം അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് തലയുടെ പുറകിലത്തെ ഞരമ്പ് പൊട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഓപ്പറേഷൻ ഉടനെ വേണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഒബ്സർവേഷനിൽ കിടക്കാൻ പറഞ്ഞ്. ഞാൻ വീട്ടിൽ ഓടി വന്നതിന് ശേഷം ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പം തന്നെയാണ് ഉടമ്പടി തൈലം കൊണ്ടുപോയി മാതാവിൻ്റെ രൂപവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഭർത്താവിൻ്റെ
പറഞ്ഞു, എൻ്റെ മാതാവേ ഓപ്പറേഷന് വിധേയമാക്കാതെ മരുന്നുകൊണ്ട് ഇത് മാറ്റിത്തരണേന്ന് പറഞ്ഞ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഈ ഞരമ്പ് പൊട്ടിയതുകൊണ്ട് ഒന്നുമില്ല, കണ്ണിൻ്റെ കാഴ്ച പോകും, അല്ലെങ്കിൽ ഒരു സൈഡ് മുഴുവൻ തളർന്ന് കടന്നു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ രാത്രിയിൽ മുഴുവൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഡോക്ടർമാർ വന്ന് നോക്കിയപ്പോൾ കണ്ണിന് ഒരു കുഴപ്പമില്ല, 2 കണ്ണിനും കാഴ്ചയുണ്ട്. പിന്നെ അവർ പറഞ്ഞു എന്നാൽ തളർന്നിട്ടുണ്ടാവും ശരീരം എന്ന് പറഞ്ഞ് അവർ നോക്കി, ആൾക്ക് ഒരു കുഴപ്പമില്ല, കൈയും കാലും എല്ലാം പൊക്കി കാണിച്ച് എഴുന്നേറ്റ് അപ്പം തന്നെ നടന്ന്. അന്ന് തന്നെ അവർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയാണ് ഉണ്ടായത്. ഇതെൻ്റെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഭർത്താവ് തന്നെ 22 വർഷമായി നേവിയിൽ നിന്ന് ഇറങ്ങിയതാണ്. 10 വർഷമാണ് നേവി ജോലി ചെയ്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പെൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊരു സ്ത്രീക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അവർക്ക് കൃപാസനത്തിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ നമ്മുടെ കാറിൽ നമുക്ക് അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പം പുള്ളിയുടെ ഫോണിൽ കുറേ മിസ് കോള്, പഴയ നേവിയിലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറയണത് ഈ 10 വർഷക്കാർക്കുള്ള പെൻഷൻ ഇപ്പോൾ പാസ്സായെന്നും പറഞ്ഞൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ഭർത്താവ് ഇറങ്ങിയ ആ വർഷം വരെയുള്ള ആൾക്കാരാണ്, അതിൽ പുള്ളിയുടെ പേരും ഉണ്ട്. ഇപ്പോൾ 6 മാസമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് എൻ്റെ മോനുള്ളൊരു ജോലിയാണ്. അവൻ 5 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്യണുണ്ടായിരുന്നു, ഒന്നും നടക്കണില്ല. ഞാനൊരു ദിവസം ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് എനിക്ക് ഇന്ന കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ഉടമ്പടിയുടെ ചിലവ് മുഴുവൻ വഹിച്ചോളാമെന്ന് പ്രാർത്ഥിച്ച് ആ ചേട്ടൻ ആ ആഗ്രഹം സാധിച്ച് കിട്ടിയെന്ന് പറഞ്ഞ്. ആ നിമിഷം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മോന് വിദേശത്തൊരു നല്ല ജോലി സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളത്തിൽ തന്നെ ഇവിടുത്തെ ഒരു പ്രാർത്ഥനയുടെ മുഴുവൻ ചിലവും ഞാൻ വഹിച്ചോളാമെന്ന് പ്രാർത്ഥിച്ച്. 1 മാസം കഴിഞ്ഞില്ല, അത്ഭുതമായിട്ട് അവന് ഇന്നിപ്പോൾ നോർവേയിൽ അവിടുത്തെ ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. ഇത് 3ഉം എൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ തിരുവനന്തപുരം പുത്തൻതോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോനും മരുമോൾക്കും, എൻ്റെ പേര് ടെൽമ ഫ്രാൻസിസ് എന്നാണ്. ഞാൻ 2018 മുതൽ ഞാനിവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. മോനും മരുമകളെയും ഉടമ്പടിയിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനും മരുമോൾക്കും ഒരു ആൺകുഞ്ഞിന് ജനിച്ചു. അത് സാക്ഷി പറയാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അവർ ജ്ഞാനസ്നാനത്തിന് വരികയാണെങ്കിൽ അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ. ഒരു ആൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 4.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു മോനെ കിട്ടിയത്. ആദ്യം ഒന്ന് അബോർഷനായ പോലെ തോന്നിയിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ 4ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസംബർ 9-ാം തീയതിയാണ് കുഞ്ഞിനെ കിട്ടിയത്. ഇവിടെ ഞാൻ വന്ന് അച്ഛൻ്റെ അടുത്തൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് 9-ാം തീയതി മരുമോളുടെ പ്രസവ സമയത്ത് എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ശരി ഉടനെ പോകുമെന്ന് പറഞ്ഞ് കാശ് രൂപം പ്രാർത്ഥിച്ച് തന്നു. അവർക്ക് 3 കാശ് രൂപം 3 പേർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് 3 പേർക്കും കൊടുത്തു. പിന്നെ എനിക്ക് കാനഡയിൽ പോകാൻ വിസിറ്റിംഗ് വിസയും ശരിയാക്കിയിട്ടുണ്ട്. ഡിസംബറിന് 9-ാം തീയതിക്ക് മുമ്പേ തന്നെ വിസ കിട്ടുകയും ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എപ്പോഴാണ് ഉടമ്പടി എടുത്തത്? നമ്മൾ ഏത് വർഷമാണ് ഉടമ്പടി എടുത്തത്? ഉടമ്പടി എടുത്തത് 2018-ലാണ്. 2018 ഒക്ടോബർ 19-ാം തീയതിയാണ് എടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഞാനിവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. അപ്പോൾ അവന് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി 2ാമത്തെ മോൻ ഫ്രാൻസിൽ പോയിരിക്കുന്നു. ഒരു തടസ്സവും കൂടാതെ പഠിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരി. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2018 ഞങ്ങളുടെ വീട് വെള്ളം കയറി വളരെ തകർന്ന രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് 2020 ജനുവരി 29-ാം തീയതി ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്ന 6-ാം ദിവസം
ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയും അത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നല്ല സൗകര്യത്തോടു കൂടി ഞങ്ങൾക്ക് അമ്മ പണിത് തന്നു. അതിലൊരുപാട് നന്ദി, കോടാനുകൂടി നന്ദി. പിന്നെ എൻ്റെ മകളുടെ കുട്ടി നീരജ്, അവന് 10-11 വർഷമായിട്ട് അലർജിയും തുമ്മലും ഇതൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവന് പരിപൂർണമായി അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അവൻ മിടുക്കനായിട്ടിരിക്കുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ ഭർത്താവ് ഷാർജയിലായിരുന്നു. അവൻ നാട്ടിൽ വന്നാലും 10-15 ദിവസം വീട്ടിലുണ്ടാവുമായിരുന്നുള്ളൂ. അവന് ലീവ് കിട്ടില്ലായിരുന്നു. അല്പസ്വല്പം ദുശീലങ്ങളും അവനുണ്ടായിരുന്നു. അമ്മയുടെ കാരുണ്യത്താൽ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നവർ കൂടുതൽ സന്തോഷത്തോടും ഒരുമയോടും കൂടി അവർ ജീവിക്കാൻ അമ്മയും തിരുക്കുമാരനെ അനുഗ്രഹിച്ചതിൽ കോടാനുകൂടി നന്ദി. കൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആരും ചിരിക്കാതിരുന്നാൽ ഞാൻ ഒരു സാക്ഷ്യം കൂടി പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു